എന്താ എന്ത് പറ്റി? വാ, ഇരിക്ക്. എനിക്കെന്തോ അതിനകത്തൊരു ഉരുണ്ട് കയറൽ പോലെ വൊമിറ്റ് ചെയ്തോ? ചെറുതായിട്ട്. പുറത്തു നിന്ന് ഫുഡ് കഴിച്ചത് ശരിയായില്ലെന്നാ തോന്നുന്നേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുറത്തു പോയാലും അധികം ഫുഡൊന്നും കഴിക്കണ്ടെന്ന്. അത് മാത്രല്ല, നമ്മൾ രാത്രിയും കഴിച്ചതാണല്ലോ ആദർശേട്ടാ. പിന്നെ നമ്മൾ ഓരോ സ്ഥലത്തുനിന്നും ഓരോന്ന് വാങ്ങി കഴിച്ചു. ഭയങ്കര വയറുവേദന. എന്നാ പിന്നെ വാ, നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോവാം. ആദർശേട്ട് വരണ്ട, നമ്മ വിളിച്ച് പറഞ്ഞാ മതി. എടി, നീ എന്താ ഈ പറയുന്നേ? നമുക്ക് പോയിട്ട് വരാം. അത് വേണ്ട ആദർശേട്ടാ. ആദർശേട്ട അമ്മ ഒന്ന് വിളിക്കുക. ചേട്ടൻ മോനാണല്ലോ വിളിക്കുന്നത്. ഹലോ മോനെ. അമ്മേ, അച്ഛനെയും കൊണ്ട് പെട്ടെന്ന് അമ്മ ഇങ്ങോട്ട് വാ. നയനക്ക് തീരെ വയ്യ. അയ്യോ ചേട്ടാ, മോക്ക് വയ്യാന്ന്. നയനെ, മോളെ, എടി, ഇപ്പൊ ഹോസ്പിറ്റലിൽ പോവാം. കുഴപ്പമില്ല മോളെ, എത്രയും പെട്ടെന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. മോളെ എഴുന്നേക്ക് മോളെ. അമ്മ, എനിക്ക് ഇത്തിരി ചുക്കാപ്പ് ഉണ്ടാക്കി തന്നാ മതി. ചേട്ടാ ഇതൊന്ന് മാറിക്കോളും. മോളെ നല്ല പെയിൻ ഉള്ളത് കൊണ്ടല്ലേ മോളത് ഇവനെ പോലും അറിയിച്ചത്. ഹോസ്പിറ്റൽ ഇവിടെ അടുത്തല്ലേ, പെട്ടെന്ന് പോയിട്ട് വരാം. അപ്പൊ മോൾക്ക് ഞങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. ഒന്ന് പറയണ്ട. എഴുന്നേക്ക്. മോളെ എണീക്ക്. വാ, വാ, നടക്ക്. ഞാനും കൂടെ വരാം. വേണ്ട മോനെ, ഞങ്ങൾ രണ്ടാളും ഉണ്ടല്ലോ, നീ ഇവിടെ ഇരിക്കും. അച്ഛാ, വേദന കൂടുന്നുണ്ടോ മോളെ? വൊമിറ്റ് ചെയ്തപ്പോ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഡ്യൂട്ടി ഡോക്ടറെ കാണത്തുള്ളൂ ചേട്ടാ. അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഗൈനക്കോളജിസ്റ്റിനെ വിളിച്ചു വരുത്താം. വാ മോളെ. എങ്ങോട്ടാ? മോൾക്ക് തീരെ വയ്യ. അയ്യോ, ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരാം. നീ വാതിലടച്ച് കിടന്നോ. നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ശബ്ദം കേട്ട് ഞാൻ ഉണർന്നതാ ചേട്ടാ. ഓ, പാവം ആദർശ് ജയിലിൽ കിടക്കുന്നതിന്റെ വിഷമം കൊണ്ടാ ഇങ്ങനെയൊക്കെ വന്നത്. ആ ആയിക്കോട്ടെ, നീ വാതിലടച്ചോ. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും കൂടി പോയി കഴിഞ്ഞാൽ ഞാൻ ഡബിൾ ഹാപ്പി. ആരാ ഇത്? ആര് വാതിൽ മുട്ടുന്നു? അമ്മയായിരുന്നോ? എന്താ അമ്മേ? എടാ, ഒരുത്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ നയനെ. എടാ, അവൾക്ക് വയറുവേദന തലചുറ്റലും ഒക്കെ ഉണ്ടെന്ന്. ആദർശ് ജയിലിലാണല്ലോ, അതിന്റെ വേദനയായിരിക്കും. അവളുടെ ഈ അവസ്ഥയിൽ എനിക്ക് വിഷമമുണ്ട്. എന്തിനാടി വിഷമിക്കുന്നേ? നിന്നോട് ഒരു സിമ്പതി പോലും ഇല്ലാത്തവളോട് നീ സഹതപിക്കേണ്ട കാര്യമുണ്ടോ? നീ കയറി കിടന്ന് ഉറങ്ങാൻ നോക്കുമോളെ. നീയും ഒരു അമ്മയൊക്കെ ആയതല്ലേ. ഇടയ്ക്ക് ഇതുപോലുള്ള വേദനയൊക്കെ വരും. അതൊന്നും അത്ര വലിയ കാര്യമൊക്കെ ആവശ്യമൊന്നുമില്ല. ഇനി അവൾക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടാലും അവൾക്ക് സങ്കടമൊന്നും കാണത്തില്ല. അതിന്റെ കാരണം അറിയാലോ. ചന്തു എന്ന ഒരുത്തി ഇവിടെ ഉള്ളപ്പോ എന്തിനാണ് അവൾ വേദനിക്കുന്നത്? ഇതിനെല്ലാം കാരണേ അയാൾ ഒറ്റ ഒരുത്തനാ. അയാളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടായി കാണും. അതുകൊണ്ടാ അയാൾ ജയിലിലായത്. എന്റെ ബലമായ സംശയം ആ അനഘയുടെ ബന്ധുക്കളെ അവന് ജയിലിലാക്കിയോന്ന്. അങ്ങനെയെങ്കിൽ അത് നല്ല കാര്യമെന്നേ ഞാൻ പറയും. അവളോട് അയാൾ ചെയ്ത ചതിക്ക് അയാൾ ജയിലിൽ കിടക്കുന്നത് തന്നെയാ. ഇതിനെല്ലാം കാരണമേ നിന്റെ അനിയത്തി ഒറ്റൊരുത്തിയാ. അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ എനിക്ക് ഒരു വിഷമവും ഇല്ലാത്തത്. ചന്തുമോൾ ആദർശിന്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോ തന്നെ അവള് വീട് വിട്ട് പോകണമായിരുന്നു. പുറത്തു നിന്ന് യുദ്ധം ചെയ്യണമായിരുന്നു. എന്നിട്ട് അവനെ കോടതി കഴിച്ചണമായിരുന്നു. അതിന് പകരം ദേ ഇവന് കോടതി കഴിച്ചാനും ജയിലിലാക്കാനുമാണ് നിന്റെ അനിയത്തിമാര് ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഞാൻ രണ്ടിനെയും വെറുത്തു പോയത്. ആ വെറുപ്പ് എപ്പോഴും ഉണ്ടാവണം. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് അനിയത്തിമാരോട് സ്നേഹം പൊട്ടി മുളച്ചിട്ട് കാര്യമൊന്നുമില്ല. നീ വാ ബേ വാ. നീ പോയി കിടന്നു. എടാ, ഇപ്പോഴാണെങ്കിലേ അവളുടെ മുറിക്കകത്ത് ആരുമില്ല. ആദർശാണെങ്കിൽ ജയിലുമാണ്. ഈ അവസ്ഥയില് അവളുടെ മുറിയിൽ നിന്ന് എന്തെങ്കിലും പോയാല് ആരും അത് പെട്ടെന്ന് അറിയത്തില്ല. ഇത് ഞാൻ അമ്മയോട് അങ്ങോട്ട് പറയാൻ വേണ്ടിയിരിക്കായിരുന്നു. ആ. ആദർശ ജയിലിലായപ്പോ തന്നെ നമ്മൾ ആ മുറിയിൽ നിന്ന് അരിച്ചു പറക്കേണ്ടതായിരുന്നു. ശ്ശെ. അതിനകത്ത് സ്വർണ്ണമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എടാ, ഇനിയിപ്പൊ എന്തായാലും കുറച്ച് സമയത്തേക്ക് ആരും ആ മുറിയിലേക്ക് വരാൻ പോകുന്നില്ല. അർഹതയില്ലാതെ ഇവിടെ കയറി വന്നതാണ് നയനെ നവ്യൊക്കെ. നവ്യയെ തൽക്കാലം നമ്മളൊരു നേർച്ചക്കോഴിയായിട്ട് നിർത്തിയിരിക്കുക. പിന്നെ നമ്മുടെ കമ്പനിയിൽ വലിയ ഡിസൈനർ ആണെന്നും പറഞ്ഞ് നയനെ കുറെ ലാഭം ഉണ്ടാക്കി കൊടുത്തെന്നും പറഞ്ഞ് ഏട്ടത്തെയും നിന്റെ മുത്തശ്ശിയൊക്കെ ഇഷ്ടം പോലെ സമ്മാനങ്ങൾ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ സമ്മാനത്തിന്റെ ഒരു പങ്ക് നമുക്ക് കിട്ടണ്ടേടാ മോനെ. ആ, ഉറപ്പായിട്ടും കിട്ടണം. ഞാൻ ഇതിനിടയ്ക്ക് ഒരു ദിവസം മുറിക്കകത്ത് കയറി ചെറിയ ഒന്ന് രണ്ട് കമ്മലൊക്കെ എടുത്തായിരുന്നു. പക്ഷെ അത് ഇതുവരെ പിടിച്ചിട്ടൊന്നുമില്ല. അത് ശരി. എടാ, ചെറിയ ഐറ്റംസ് ഒന്നും എടുത്ത് അവൾ അറിയത്തില്ല. അതുപോലെ കമ്മൽ മോതിരം ഒക്കെ ഇവിടെയുള്ളവർ ഇഷ്ടം പോലെ സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ വീട്ടിലെ അധികപ്പറ്റുകളാണല്ലോ എന്ന് മാത്രമല്ല, നീ വലിയൊരു തെറ്റ് ചെയ്തതുകൊണ്ട് നവ്യ സംഭവങ്ങളൊക്കെ അറിയുന്നതുവരെ മിക്കവാറും നിനക്ക് ഈ വീട്ടിലെ ജീവിതം ഉണ്ടാകത്തുള്ളൂ. അത് കഴിഞ്ഞാ നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടടാ നമ്മുടെ കയ്യില്. അതിനുള്ള വകുപ്പ് ഇങ്ങനെ കൊണ്ടാക്കിയേ പറ്റൂ. നീ വാ. ഇവരെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? വെയിറ്റ് ചെയ്യ്. അമ്മ അവൻ തിരിച്ചെത്തിയോ? ആര്? ഓ, ആ ജയിലിൽ കിടക്കുന്നവൻ. എടാ, നീ എന്താ കണ്ണുപൊട്ടനാണോ? അവൻ വന്ന് നിനക്ക് കണ്ടൂടെ? ഓ, അതല്ല. അവൻ സാധാരണ ഉപയോഗിക്കാറുള്ള ഒരു സ്പ്രേയുടെ മണം അവിടെ ഉണ്ട്. എടാ, അത് പിന്നെ ഈ മുറിക്കകത്ത് ആ മണം കാണത്തില്ലേ? അവൻ ഉപയോഗിക്കുന്ന മുറിയല്ലേ. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. അമ്മേ, എല്ലാം കൂടെ വലിച്ചു വാരി ഇട്ടരുത്. ഒരാളിന്റെ അല്ല, 4 5 പേരുടെ തലച്ചോറ് ഒന്നിച്ച് ചേർത്താണ് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയവളുടെ തലച്ചോറ്. അങ്ങനെ ഒരു സൃഷ്ടിയാണ് അവള്. അതുകൊണ്ട് ഷെൽഫിലെ സാധനങ്ങളൊക്കെ സ്ഥാനം തെറ്റിയിരുന്ന അവൾക്ക് സംശയം തോന്നും. ആ, അത് നീ പറഞ്ഞു ശരിയാ. അമ്മ സാവകാശം എല്ലാം നോക്കിയാൽ മതി. അവരിനിയും വരാൻ വൈകില്ലേ? ചിലപ്പോ ഇന്ന് വന്നില്ലാന്നും ഇരിക്കും. എടാ, ഇന്ന് വരാനുള്ള സാധ്യത ഇല്ലടാ. അവളുടെ കെട്ടും ജയിലിലായതുകൊണ്ടേ അവക്ക് പ്രഷർ കൂടിയതാ. ആ പ്രഷറിൽ കുഞ്ഞു പോവാനും സാധ്യതയുണ്ട്. അതിലൊന്നുമില്ല. വലിയ നെക്ലസ് ഒന്നും എടുക്കാൻ നിൽക്കണ്ട. അവക്ക് സംശയം തോന്നും. എന്ന് പറഞ്ഞു വല്ലതും കനത്തിലുള്ളത് എടുക്കണ്ടേ? ഇത് കണ്ടോ നീ? ഈ നെക്ലസ് ഞാൻ ഒരുപാട് മോഹിച്ചതാ. പാരമ്പര്യമായിട്ട് ഈ തറവാട്ടിലുള്ളവര് കൈമാറുന്ന നെക്ലസ് ആയത്. നിന്റെ മുത്തശ്ശിക്ക് അവരുടെ അമ്മായിയമ്മ, അതായത് നിന്റെ മുത്തശ്ശന്റെ അമ്മ കൊടുത്തതാ. ഓ, അത് നിന്റെ മുത്തശ്ശി ദേവേനെ എന്നെ അഹങ്കാരിക്ക് കൊടുത്തു. അവളത് അതിനേക്കാളും വലിയ അഹങ്കാരിയായ അവളുടെ മരുമൂക്ക് കൊടുത്തു. ഞാൻ എന്തുമാത്രം ഇഷ്ടപ്പെട്ട നെക്ലസ് ആണിതെന്ന് നിനക്കറിയോ? എന്നാ പിന്നെ ഇതെടുത്തു. എന്നിട്ട് നാളെ തന്നെ കൊണ്ടുപോയി ലോക്കറിൽ വെക്കണം. ഏതായാലും നാളെ അവൾ ഈ സ്വർണം പരിശോധിക്കാനൊന്നും പോകുന്നില്ല. എന്തെങ്കിലും വിശേഷ ദിവസം വരുമ്പോഴേ ഇനി നോക്കൂ. ആ സമയത്ത് ഇത് അമ്മയുടെ ലോക്കറിൽ ഇരിക്കണം. ഇനി നോക്കട്ടെ. ഓ,
എന്തായാലും ഇതൊരു 10-20 പവനെങ്കിലും വരും. ഇപ്പോഴത്തെ സ്വർണ്ണവില വെച്ചിട്ടേ ഒരു 20 ലക്ഷം ഉറപ്പാ. വിറ്റെങ്കിൽ നമുക്ക് 50-50 എടുക്കായിരുന്നു. അങ്ങനെ അങ്ങ് വെക്കണ്ട. ദേ ഇതൊന്ന് മോടി പിടിപ്പിച്ചേ എന്റെ മോളുടെ കല്യാണത്തിന് ഇട്ട് കൊടുക്കണം. എടാ അവളുടെ കഴുത്തിൽ ഇത് കിടക്കട്ടെ. എന്തായാലും ഈ അമൂല്യ നിധിയെ അർഹതയില്ലാത്തവളുടെ കഴുത്തിൽ കിടക്കണ്ട. എന്നാ പിന്നെ എല്ലാം പഴയതുപോലെ സ്ഥാനം തെറ്റാതെ വെക്കാം. വാ, അതെവിടെയെങ്കിലും സാരിയിൽ ഒളിപ്പിക്കുക. ഇങ്ങനെ സ്വർണ്ണത്തോടും പണത്തോടും ആർത്തിമുത്ത് അവർ നടക്കുമ്പോ അവരുടെ മക്കള് എങ്ങനെ നന്നാവാനാ? ഈ പ്രായത്തിൽ ഈ നെക്ലസ് എന്റെ കഴുത്തിലിട്ട എന്ത് ഭംഗിയാ. ഇത് അവള് കഴുത്തിലിട്ട ഇതിന് വില പോകത്തേ ഉള്ളൂ. ഇത് എന്റെ കഴുത്തിൽ തന്നെ കിടക്കേണ്ടതല്ലേടേ. പിന്നല്ലാതെ നാളെ രാവിലെ തന്നെ ഇതുകൊണ്ട് പോയി ലോക്കറിൽ വെക്കണം. പിന്നീട് എനിക്ക് സ്വന്തമായിട്ട്. ആരാ ഈ സമയത്ത്? ഏട്ടനായിരുന്നോ? ഏട്ടൻ ഈ സമയത്ത്? നയനയ്ക്ക് വയ്യാതെയായി. അച്ഛനും അമ്മയും കൂടി അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക. അയ്യോ, എന്നാ പിന്നെ എന്നെ വിളിക്കണ്ടായിരുന്നോ? അതൊന്നും കുഴപ്പമില്ല. അച്ഛനും അമ്മയും കൊണ്ടുപോയിട്ടുണ്ടല്ലോ. പിന്നെ ഒരുത്തൻ കള്ളക്കടത്ത് സ്വർണം നമ്മുടെ ജ്വല്ലറി വഴി സെയിൽ നടത്തിയിരുന്നില്ലേ? അവന്റെ അമ്മ അതിനേക്കാളും വലിയ കള്ളിയാ. അതിപ്പോ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമല്ലേ ഏട്ടാ? എടാ, എന്റെ മുറി കയറി നയനയുടെ സ്വർണം അമ്മയും മോനും കൂടെ മോഷ്ടിച്ചോണ്ട് പോയി. ഞാനത് കാണുകയും ചെയ്തു. ശ്ശേ, എന്നാ പിന്നെ അപ്പൊ തന്നെ പിടിക്കായിരുന്നില്ലേ? എടാ, എങ്ങനെ പിടിക്കും? ഞാനിവിടെ ഉണ്ടെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ ഏട്ടാ. ഇതിനു മുമ്പ് ഇതുപോലെ സ്വർണ്ണം എടുത്തിട്ട് ഏട്ടത്തിന്റെ അമ്മയുടെ ബാഗിൽ വെച്ചില്ലായിരുന്നോ? അതൊക്കെ നമ്മൾ മൂടി വെക്കുന്നത് വലിയ അപകടം ഏട്ടാ. വല്യമ്മ അതുകൊണ്ട് തന്നെയാണ് അബിയുടെ തെറ്റുകള് അപ്പച്ചോട് പറഞ്ഞത്. അവരെയും അവനെയും ഈ വീട്ടിൽ നിന്ന് അടിച്ച് വെളിയിൽ കളയാതെ അപകടം ഒഴിഞ്ഞു പോയെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ചെയ്യില്ലെന്ന് അവർക്കറിയാം. ആ ധൈര്യത്തില് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. എടാ, നയനയ്ക്ക് എന്തായെന്ന് അറിയില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആ മോനെ പറ. എന്താ വെച്ചാ? കുഴപ്പമില്ലടാ, ഞങ്ങളിതേ മോളെയും കൊണ്ട് തിരിച്ചു വന്നോണ്ടിരിക്കുക. അവിടെ ചെന്ന് ഡോക്ടർ ഒരു മെഡിസിൻ കൊടുത്തപ്പോ തന്നെ പെയിൻ മാറി. വേണമെങ്കിൽ ഒരു ദിവസം അഡ്മിറ്റ് ചെയ്യായിരുന്നല്ലോ വെച്ചാ. വേണ്ടാന്ന് ഡോക്ടർ തന്നെയാ പറഞ്ഞത്. ഞങ്ങളിതാ എത്തി. ആ ശരി. എന്താ ഏട്ടാ? അവരിതാ തിരിച്ചു വന്നോണ്ടിരിക്കുക. നന്ദുവിന് ആക്സിഡന്റ് ഉണ്ടാവുകയും ഏട്ടൻ ജയിലിലാണെന്ന് അറിയുകയും ചെയ്ത ശേഷം ഏട്ടത്തിക്ക് പ്രഷർ കൂടിയില്ല ഏട്ടാ. പിന്നെ അത് മുതലാക്കാൻ ഇവിടെ കുറെ എണ്ണം ഉണ്ടല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിലാ സഹിയിട്ട് അപ്പച്ചോട് വല്യമ്മ എല്ലാം പറഞ്ഞത്. മുറിക്കകത്തിരുന്ന് ശ്വാസം മുട്ടിയടാ. അതുകൊണ്ട് ഞാൻ നയനയും കൂട്ടി ഒന്ന് പുറത്തേക്ക് പോയത്. പുറത്ത് പോയ പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കണ്ടേ? അങ്ങനെ കഴിച്ചത് വലിയ അബദ്ധമായി പോയി തോന്നുന്നു. കഴിവതും ഇനി പുറത്തുനിന്നുള്ള ഫുഡ് ഏട്ടത്തിക്ക് വാങ്ങിച്ചു കൊടുക്കല്ലേ? ഇല്ലടാ, ഇന്നത്തോടെ നിർത്തി. എടാ, ഇനി അഭിയുടെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടത്? അവനെ പോലെ നമ്മുടെയൊക്കെ നാശം കുതിച്ച് നടക്കുന്ന ഒരുത്തൻ നമുക്കിടയിൽ ജീവിക്കുന്നതിന് അപകടം. അവനെ ഞാൻ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയതുപോലെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയാ വേണ്ടത്. ഇപ്പൊ തന്നെ ഗൾഫിലെ പ്രശ്നങ്ങൾക്ക് അവനൊരു കാരണമാണോന്ന് ഏട്ടൻ സംശയിക്കുന്നുണ്ടല്ലോ. അത് വെറും സംശയമല്ല. അവൻ നമ്മളെ തകർക്കാൻ വേണ്ടി ഇതുമല്ല ഇതിനപ്പുറം ചെയ്യും. അവൻ തന്നെ ആയിരിക്കും AN ജ്വല്ലറിയുടെ പരസ്യത്തിന് ഏട്ടത്തി പറഞ്ഞു വിട്ടത്. എന്നിട്ട് ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ അവൻ നടക്കുക.